അദാനി എന്റർപ്രൈസ് ലിമിറ്റഡ് അവരുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 7 സീരീസുകളാണ് വരുന്നത്. ഓരോ സീരീസിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിലും ടെന്നറിലും ഇൻട്രസ്റ്റ് പേ ഔട്ടിലും വ്യത്യാസങ്ങൾ വരുന്നതാണ്. അപ്പൊ നമുക്ക് 7 സീരീസ് ഒന്ന് കണ്ടു നോക്കാം. 7ാമത്തെ സീരീസിലെ ടെന്നർ വരുന്ന 5 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് 8.9% വരുന്നത്. ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്ന ആനുവലി ആണ്, വർഷത്തിലാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത്. അതുപോലെ സീരീസ് 8 നോക്കുവാണെങ്കിൽ സീരീസ് 7ലെ ടെന്നറും ഇൻട്രസ്റ്റ് റേറ്റും സെയിം ആണ്. ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ക്യുമുലേറ്റീവ് ആണ്, അതായത് ഇൻട്രസ്റ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിലൂടെ ആഡ് ചെയ്തതിനു ശേഷം ഈ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റിനും കൂടെയുള്ള ടോട്ടൽ എമൗണ്ട് ആയിരിക്കും അടുത്ത തവണ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ സീരീസ് 4 നോക്കുവാണെങ്കിൽ ടെന്നർ വരുന്നത് 3 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8.75%. ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്ന ആനുവലി ആണ്, വർഷത്തിലാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് 5ാമത്തെ സീരീസ് നോക്കുവാണെങ്കിൽ 4ാമത്തെ സീരീസിലെ സെയിം ആണ് ടെന്നർ വരുന്നതും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നതും. പക്ഷെ ഇൻട്രസ്റ്റ് പേ ഔട്ടിൽ വ്യത്യാസമുണ്ട്, ക്യുമുലേറ്റീവ് ആണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത്. അതുപോലെ സീരീസ് 6 നോക്കുവാണെങ്കിൽ ടെന്നർ വരുന്ന 5 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8.62%. ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ക്വാർട്ടർലി ആണ്, അതായത് 3 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത്. അതുപോലെ സീരീസ് 1 നോക്കുവാണെങ്കിൽ ടെന്നർ വരുന്നത് 2 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8.6% വരുന്നത്. ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ആനുവലി ആണ്, വർഷത്തിലാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത്. അതുപോലെ സീരീസ് 2 നോക്കുവാണെങ്കിൽ സീരീസ് 1ലെ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ടെന്നറും സെയിം ആണ്, പക്ഷെ ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ക്യുമുലേറ്റീവ് ആണ്. അതുപോലെ നമ്മൾ സീരീസ് 3 നോക്കുവാണെങ്കിൽ ടെന്നർ വരുന്നത് 3 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8.48%. ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ക്വാർട്ടർലി ആണ്, 3 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ അദാനി എന്റർപ്രൈസ് ലിമിറ്റഡ് അദാനി ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ്. കമ്പനി ഡീൽ ചെയ്യുന്ന ബിസിനസ് നോക്കുവാണെങ്കിൽ ഹൈ ഗ്രോത്ത് സെക്ടേഴ്സ് അതായത് ഇൻഫ്രാസ്ട്രക്ചറിലെ എയർപോർട്ട്, റോഡ്, വാട്ടർ, ഡേറ്റാ സെന്ററിലും എനർജി സെക്ടറിലെ സോളാർ, ഗ്രീൻ ഹൈഡ്രജനിലും മൈനിങ് ആൻഡ് റിസോഴ്സിലും കൂൾ മെറ്റൽസിലും ലോജിസ്റ്റിക്, ഡിഫൻസ് ആൻഡ് എയറോസ്പേസിലും അതുപോലെ FMCG എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിലുമാണ് കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ്. ബോണ്ട് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ IPO ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് ജാനുവരി 6-നാണ്. ഇന്ന് മുതലാണ് IPO ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അതായത് ബോണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ IPO ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി 19-നാണ്. അലോട്ട്മെന്റ് ഡേറ്റ് വരുന്നത് ജാനുവരി 21-നാണ്. അതായത് ആർക്കൊക്കെയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ബോണ്ട് ലഭിച്ചതെന്ന് കമ്പനി ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതാണ് അലോട്ട്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ വരുന്നത് 1000 രൂപയാണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. IPO സൈസ് വരുന്നത് 500 കോടിയാണ്. ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് 22 ജനുവരിയാണ്. നമ്മളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കമ്പനിയുടെ ക്രിസിൽ റേറ്റിംഗ്. ഇപ്പോൾ കമ്പനിക്ക് വരുന്ന ക്രിസിൽ റേറ്റിംഗ് എത്രയാണ്? AAA നെഗറ്റീവ് ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ലോ റിസ്ക് ആണ്. നമ്മളിപ്പോൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ് റിസ്ക് നല്ല രീതിയിൽ കുറവായിരിക്കും. നമ്മളിപ്പം ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എൻഡ് ഓഫ് ദി ടൈം നമുക്ക് എത്ര റിട്ടേൺ കിട്ടുമെന്ന് കണ്ടു നോക്കാം. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സീരീസ് 7 ആണ്. സീരീസ് 7-ൽ 8.9% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ടെന്നർ വരുന്നത് 5 വർഷമാണ്. അതുപോലെ ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ആനുവലി ആണ്. അപ്പം ഞാൻ മിനിമം എമൗണ്ട് ആയി ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അടുത്ത എൻഡ് ഓഫ് ദി ടൈം 14,450 രൂപയാണ് കിട്ടുന്നത്. ഏതാണ്ട് മാസം എനിക്കൊരു 74 രൂപ വീതം ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് സെക്വേർഡ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണ്. അതുപോലെ നമുക്ക് ഡിബഞ്ചർ ട്രസ്റ്റ് നോക്കുവാണെങ്കിൽ കാത്തലിസ്റ്റ് ട്രസ്റ്റിഷിപ്പ് ലിമിറ്റഡ് ആണ്. നമുക്കിനി ബോണ്ടിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അദാനി ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള അദാനി എന്റർപ്രൈസ് ലിമിറ്റഡ് ആണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബോണ്ടിന്റെ ക്രിസിൽ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ AAA നെഗറ്റീവ് ആണ്, അതായത് ലോ റിസ്ക് ആണ്. നമുക്ക് ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള റിസ്ക് മാത്രമാണ് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് 7 സീരീസുകൾ അവൈലബിൾ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായി. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.